ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, മതേതരത്വത്തിൽ ഊന്നിയ ഭരണഘടന. ആ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിലൊന്നാണ് മതസ്വാതന്ത്ര്യം. അവിടെയാണ് കാരുണ്യ പ്രവൃത്തികളുടെ പ്രതീകമായി കാണുന്ന കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഘം കൊടും കുറ്റവാളികൾ എന്ന പോലെ കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുന്നു, ആക്രോശിക്കുന്നു. പിന്നാലെ അറസ്റ്റും റിമാൻഡും. ഇനിതാ എഫ്ഐആറിന്റെ വിവരങ്ങളും പുറത്തുവരികയാണ്. നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഇവയൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി മതപരിവർത്തനത്തിന് കൊണ്ടുപോയി എന്ന് പറയുന്ന യുവതികൾ ആരാണ്? അവർ ജോലിക്കായി പോയവരാണ്, പ്രായപൂർത്തിയായവരാണ്, CSI സഭയിലുള്ളവരാണ്. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. മതസ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. ക്രിസ്മസും ഈസ്റ്ററും ആഘോഷിക്കാൻ സംഘപരിവാർ ഔദാര്യം കാത്തിരിക്കേണ്ട സ്ഥിതി. BJP സർക്കാരിന് കീഴിൽ ക്രൈസ്തവ വേട്ട. ഇന്ത്യൻ ജനാധിപത്യത്തിൽ കയ്യേറ്റമുണ്ടാകുന്നു. ആശ്വാസകരമെന്ന് പറയാൻ ഒന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും സംഭവിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്നും ഉയരുന്ന ആശങ്കകൾ ഈ തരത്തിലാണ്. പാർലമെന്റിലാകട്ടെ ചർച്ചയ്ക്ക് തയ്യാറാകാതെ മാറി നിൽക്കുന്നു കേന്ദ്ര സർക്കാർ. BJP രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. പറയുന്നത് ഒന്ന്, പ്രവൃത്തി മറ്റു തരത്തിലെന്ന ആരോപണം നാലുപാട് നിന്നും വരികയാണ്. ചോദ്യം ഇതാണ്: രാജ്യത്ത് കാവി നീതിയും.